നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും abcreationലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ക്രോമിൻ്റെ ലോഗോ വളരെ സിമ്പിളായിട്ട് ഇല്ലുസ്ട്രേറ്റർ ഉപയോഗിച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഗൈസ്. ഈ മെത്തേഡ് വഴി നമുക്ക് കുറേ ലോഗോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ലോഗോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് 4 ടൂൾസാണ് ഗൈസ് യൂസ് ചെയ്യുന്നത്: എലിപ്സ് ടൂൾ, ലൈൻ സെഗ്മെൻറ്റ് ടൂൾ, റൊട്ടേറ്റ് ടൂൾ, ഷേപ്പ് ബിൽഡർ ടൂൾ. ഇതെങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് അതിന് ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യാം. ക്രിയേറ്റിന് കൊടുക്കുക. ഇത് ക്യാൻവാസ് സൈസ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സ്ക്വയർ റെസൊല്യൂഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ക്രിയേറ്റ് കൊടുക്കും. ഇനി നമുക്ക് ആർട്ട് ബോർഡ് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിലേക്ക് 3 എലിപ്സ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സർക്കിൾ വരക്കാം. നിങ്ങൾക്ക് വിൻഡോ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അലൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് ഇതിനെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഫില്ല് നമുക്ക് സ്ട്രോക്ക് ആക്കി കൊടുക്കാം. ഇനി Ctrl+C Ctrl+F അടിക്കാം. ഷിഫ്റ്റും ആൾട്ടും യൂസ് ചെയ്ത് അതൊന്ന് ചെറുതായി കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ നമുക്ക് Ctrl+C Ctrl+F അടിക്കാം. ഷിഫ്റ്റും ആൾട്ടും യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി ചെറുതായി കൊടുക്കാം. നിങ്ങൾ സെഗ്മെൻറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആങ്കർ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മൾ റൊട്ടേഷൻ ടൂൾ സെലക്ട് ചെയ്യുക. ഓൾട്ട് സെലക്ട് ചെയ്തിട്ട് ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അത് 120 ആയി കൊടുക്കുക. കോപ്പി കൊടുക്കുക. അതുപോലെ വീണ്ടും നമുക്കൊരു കോപ്പി എടുക്കാം. ആൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ സർക്കിളിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഇത് മൊത്തം സെലക്ട് ചെയ്യുക. ഷേപ്പ് ബിൽഡർ ടൂൾ സെലക്ട് ചെയ്യുക. ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത പോർഷൻസ് മൊത്തം നമുക്ക് ഡിലീറ്റ് ചെയ്തോളാം. നമ്മൾ എല്ലാ പാർട്സിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് സെലക്ട് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. നമുക്ക് അടുത്ത പാർട്ടിലും കളർ ആഡ് ചെയ്യാം. നമുക്ക് സെൻറ്ററിലുള്ളതും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ വൈറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ലോഗോ ഫുള്ള് സെലക്ട് ചെയ്യാം. ഈ സ്ട്രോക്ക് നമുക്ക് മാറ്റാം. വളരെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ലോഗോ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിത് ട്രാൻസ്പെറൻറ്റ് ഫോർമാറ്റിൽ കാണുന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് സെലക്ട് ചെയ്യാം. ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റും കൂടി എടുത്ത് നമുക്കിവിടെ മാറ്റി വെച്ച് നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ലോഗോ വന്നിട്ടുണ്ട് ഗൈസ്.